ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ല. അങ്ങനെ നാളെയാണെങ്കിൽ നല്ല അടിപൊളി സീനുകളാണ് വരാൻ പോകുന്നത്. അതോടുകൂടി തന്നെ ഞാൻ ഈ ആഴ്ചത്തെ വീക്കെൻഡ് പ്രൊമോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡ് പ്രൊമോ വിശേഷം കൂടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ ആര്യാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനൊന്നും വിളിക്കില്ല അമ്മാവനെ. അവിടെ അമ്മാവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ പറ്റില്ല, അമ്മാവന് സുഖമില്ലാതാകും എന്നൊക്കെ ശ്യാമള പറയുമ്പോ സുഖമില്ലാതാവട്ടെ, ആവട്ടെ, ഇതൊക്കെ ആരാ വരുത്തി വെച്ചത്, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്താ ചെയ്തോ, ഇനി ആരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, സ്നേഹം കാണിക്കുന്നില്ല, സ്നേഹം കാണിക്കുമ്പോഴല്ലേ ഈ പ്രശ്നമുള്ളൂ, നിങ്ങൾക്കൊന്നും സ്നേഹത്തിന്റെ വില അറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നു ചെയ്യുന്നുമില്ല എന്നൊക്കെ പെട്ട ആര്യ അപ്പുറത്തേക്ക് പോവാണ്. ഇന്ദിര പറയണ്ട, അവള് പറഞ്ഞതൊന്നും കണക്കിലാക്കേണ്ട ശ്യാമളെ, ആ അവള് പോയേണ്ട ദേഷ്യം അവൾക്ക്, ആ അഞ്ജലി, ആ ഒരേ പ്രായക്കാരല്ലേ, അപ്പൊ അവർക്ക് നമ്മുടെ ഈ ഒരു മൈൻഡ് സെറ്റ് ഒന്നും മനസ്സിലാവില്ല, മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാക്കിക്കോളും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്യാമളക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നാം കേട്ടോ. പെട്ടെന്ന് ശ്യാമള തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ ശിവരാമൻ ഷർട്ടും മുണ്ട കൊടുത്തിട്ട്, പുതിയൊരു ഷർട്ടും മുണ്ട കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ്. അല്ല മനുഷ്യ, നിങ്ങളിത് എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ ഞാൻ പുറത്തു വരെ പോവാ. അല്ല നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ പോണ വഴിക്ക് എന്തെങ്കിലും കഴിച്ചോളാം, അല്ല ഭക്ഷണം എടുത്ത് വെക്കാം, എനിക്ക് വേണ്ട, അല്ല നിങ്ങൾ എവിടേക്കാ പോണെന്ന് പറ, അല്ല അങ്ങാടിയിലേക്കാണോ, ഞാൻ ഒരു അങ്ങാടിയിലേക്കും പോകുമല്ല, പിന്നെ എവിടേക്കാ മനുഷ്യൻ നിങ്ങൾ പോണത് എന്ന് ചോദിക്കുമ്പോ, അത് വേറൊന്നുമല്ല, ഞാൻ അഞ്ജലിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോവാ, അഞ്ജലി രാജീവ് ഇനി ഇവിടെ നിൽക്കും. അപ്പോ നമ്മളല്ലേ അവരെ പറഞ്ഞയച്ചത്, നമ്മളല്ല നീ, എന്റെ ഒരു വാക്ക് പോലും ചോദിക്കാതെ, എന്നോട് അനുവാദം ചോദിക്കാതെ നീ തന്നെയാണ് എന്റെ അഭിപ്രായം അതാണെന്ന് പറഞ്ഞു കൂട്ടിയിട്ട് അവൾ ഇവിടുന്ന് പറഞ്ഞയച്ചത് അല്ലേ. ആ രാജീവ് എന്ന് പറഞ്ഞ പയ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ മോളുടെ വിവാഹം നടന്നത് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ നീ നിന്നില്ല, അല്ലെങ്കിൽ നീ അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാത്ത പോലെ കാണിച്ചു. നോക്ക്, അഞ്ജലി ഒരിക്കലും നമ്മളെ മറന്നൊന്നും ചെയ്യില്ല, നിനക്ക് നല്ല വിശ്വാസമില്ലേ, പിന്നെ ആരെ ബോധ്യപ്പെടുത്താനാണ് ശ്യാമളെ അവളിവിടെ നിന്ന് ഇറക്കി വിട്ടത്? ആരെ കാണിക്കാനാണ്? നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ തന്നെയാണ്. പിന്നെ അനുപമ, അവൾക്ക് ഇവിടെ നിൽക്കാൻ മുമ്പേ ഇഷ്ടമല്ലായിരുന്നല്ലോ, അവള് വിവാഹം കഴിച്ച് മാന്യമായിട്ട് ഇവിടെ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കില്ലായിരുന്നോ? അപ്പൊ അവൾക്ക് ഈ കോളനി വേണ്ട, ഇവിടുത്തെ ഫുഡ് കൊള്ളില്ല, ഇവിടെ പാലില്ല കുടിക്കാൻ, ഇവിടെ നല്ല അരി ഭക്ഷണം ഇല്ല, ഫ്രൈഡ് റൈസ് ഇല്ല, ചിക്കൻ ഇല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അത് അവളുടെ അഹങ്കാരം. പക്ഷെ അഞ്ജലി അങ്ങനെ അല്ലായിരുന്നു. നീ ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ മക്കൾക്ക് കല്യാണപ്രായം അയക്കാനല്ലേ അവര് ചിലപ്പോൾ ഒരു പയ്യന് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഇരിക്കും, അത് നല്ല ബന്ധമാണെങ്കിൽ അത് നടത്തി കൊടുക്കുകയാണ് അമ്മയും അച്ഛനും ചെയ്യേണ്ടത്. അഞ്ജലിയുടെ ഭാഗത്ത് ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൾ ഇത്രയും കാലം നമുക്ക് വേണ്ടി ജീവിച്ചില്ല ശ്യാമളെ, ഇനിയും നമുക്ക് വേണ്ടി ജീവിക്കണോ? നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു പയ്യനെ വിവാഹം കഴിച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് അവൾ ഇനിയും ജീവിക്കണോന്ന് നീ പറയണത്? വേണ്ട ശ്യാമളെ, ഇനിയെങ്കിലും അവൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു കുടുംബമായിട്ട് ജീവിച്ചോട്ടെ. പക്ഷെ അതിന് അവൾ കണ്ടെത്തിയ വഴി നല്ല കറക്റ്റ് വഴി തന്നെയാണ്, രാജീവ് തന്നെയാണ് അവൾക്ക് പറ്റിയ കൂട്ട് എന്ന് എനിക്ക് നേരത്തെ തോന്നിയ കാര്യമാണ്. അതുകൊണ്ടാണ് ആ ചക്കൻ ഇവിടെ വിളിച്ചു വരുത്തി കല്യാണം പോലും ആലോചിച്ചത്. എന്തായാലും ഇനി വൈകിപ്പിക്കുന്നില്ല, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാണ്, അഞ്ജലിനെയും അതുപോലെ തന്നെ രാജീവിനെയും കൂട്ടിക്കൊണ്ടേ ഞാൻ വരൂ എന്ന് പറയുമ്പോഴേക്കും ഇന്ദിര പറയണ്ട, അല്ല ശിവരാമേട്ടാ, അപ്പൊ അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിലേ അനുപമനെയും ഭർത്താവിനെയും കൂടി കൂട്ടേണ്ടി വരുമല്ലോ. ഞാൻ നിന്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞു, അനുപമ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഇവിടുത്തെ സൗകര്യങ്ങൾ പോരാ എന്ന് പറഞ്ഞിട്ടാ, സ്വത്തിനും പണത്തിനും മുൻതൂക്കം കണ്ടിട്ടാ. പക്ഷെ അഞ്ജലി മോൾ അങ്ങനെയല്ല, രണ്ടും രണ്ടാണ്, മനസ്സിലായോ? ഇനി ആരും ഇത് എതിർക്കാൻ നിൽക്കണ്ട, ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവരാമൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് അനുപമ വരുന്നത് കേട്ടോ. ആഹാ, അച്ഛനെവിടെ പോവാൻ ഇറങ്ങാന്ന് തോന്നണല്ലോ. എന്തായാലും അച്ഛനിവിടെ ഉണ്ടല്ലോ, അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. നിനക്ക് ഇനി എന്താടി പറയാനുള്ളത്? അല്ല, നിങ്ങളിപ്പോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് രാജീവ് 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 അഞ്ജലിനെ കെട്ടി, അഞ്ജലി രാജീവിനെ കെട്ടി, രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്, രാജീവ് 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നില്ലേ? അതെ പറഞ്ഞു. അതിനിപ്പോ നിനക്ക് എന്താടി? ആ പയ്യന്റെ പേര് ഉരിയാടാനുള്ള യോഗ്യത പോലും നിനക്കില്ലല്ലോ. അയ്യോ അങ്ങനെ പറയല്ലേ, അവൻ എന്റെ അനിയനല്ലേ. ശരിയാ, നിന്റെ അനിയത്തിനെ കെട്ടിയതാകുമ്പോ നിന്റെ അനിയനാവില്ലേ? അനിയത്തിനെ കെട്ടുന്നത് മുമ്പേ അവൻ എന്റെ അനിയനാണ്. ഈ രാജീവ് ശരിക്കും നിങ്ങൾക്ക് ആരാണെന്ന് അറിയാവോ? അത് അച്ഛനാണ് ശരിക്കും അറിയേണ്ടത് കേട്ടോ. നിനക്ക് എന്താ ഇനി പറയാനുള്ളത്? എങ്കിലേ ഞാൻ ആ മഹാസത്യം കൂടി നിങ്ങൾക്ക് പറയാൻ വേണ്ടി വന്നതാണ്. അല്ല, അച്ഛനെ എവിടേക്കാ പോവാൻ പോകുന്നത്? ഇത് കേട്ട് എന്തിനാ പറയണ്ട, അത് വേറൊന്നുമല്ല, അഞ്ജലിനെ രാജുവിനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. എങ്കിലും ഞാൻ പറയുന്ന ഈ കാര്യം കൂടി കേട്ടിട്ട് പോണോ വേണ്ടത് തീരുമാനിച്ചോ. അല്ല, അച്ഛനും അമ്മയും കുറെ നേരം രാജീവ് 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 എന്ന് പറഞ്ഞ, അല്ല ഈ രാജീവിന്റെ വീട് എവിടെയാ? രാജീവിന്റെ അച്ഛന്റെ പേരെന്താ? അമ്മയുടെ പേരെന്താ? അതൊന്നും അറിയില്ല, സമ്മതിച്ച് തന്നിരിക്കുന്നു നിങ്ങളെ. മകൾ ഒരാളെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞിട്ട് അയാളെ പേരൊന്നും അയാളെ ശരിക്കും യഥാർത്ഥ പേരെന്താന്ന് അറിയില്ല, അയാളെ വയസ്സ് എത്രയെന്നറിയില്ല, ജോലി എന്താന്നല്ല, അമ്മയുടെ പേര് അച്ഛന്റെ പേര് കുടുംബക്കാരൊന്നും അറിയില്ല, നാടോ വീടോ ഒന്നും അറിയില്ല. എന്നിട്ടും എന്നെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് വയ്യ. ശരി, ഞാൻ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാം.
ഈ രാജീവിന്റെ അച്ഛനും അമ്മേനെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരാൾക്കാരാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. ഈ രാജുവിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവോ? അച്ഛന്റെ ആജന്മ ശത്രുവാണച്ചാ രാഘവനുണ്ണി. നീ എന്തൊക്കെയാ പറയണത്? അതെ, അഭിലാഷിന്റെ സ്വന്തം മനിയാണ് അച്ഛൻ ഈ പറയണ രാജീവ്. അതായത് രാഘവനുണ്ണിക്ക് 3 മക്കളുണ്ട്. മൂത്തത് 2 ആമ്പിള്ളേര്, ഇളയത് പെൺകുട്ടി. അതിലേറ്റവും മൂത്താണ് അഭിലാഷ്, അതായത് എന്റെ ഭർത്താവ്. അതിന് തൊട്ട് താഴെയാണ് അർജുൻ. അത് നിങ്ങളിപ്പോ രാജീവ് രാജീവ് എന്ന് പറയുന്നില്ലേ, അവന്റെ യഥാർത്ഥ പേര് അർജുൻ എന്നാണ് കേട്ടോ. അവൻ പേര് മാറിയിട്ടാണ് ഇവിടെ വന്ന് നാടകമൊക്കെ കളിച്ചത്. ഇപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലായില്ലേ? ഇനി അച്ഛൻ പറ, അച്ഛന്റെ പുന്നര മോളെ വിളിക്കാൻ പോകുന്നോ ഇല്ലയോ? അല്ല, ശത്രുവിന്റെ മകനാണ്, അതും കൂടി ആലോചിക്കണം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശിവരാമൻ ഒന്നും കൂടി തകർന്നു പോവാട്ടോ. അങ്ങനെ അനുഭവം ആ ഒരു കാര്യം കൂടി നാളെ പറയാൻ വേണ്ടി നമ്മുടെ ശിവരാമന്റെയും ശ്യാമളയുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. അതവിടെ നിന്നോണ്ടിരിക്കെ തന്നെയാണ് നമ്മുടെ അർജുൻ അന്വേഷിച്ച് ഗുണ്ടകൾ വരുവാണ്. ആ ഒരു ഗുണ്ടയുടെ പേര് പറഞ്ഞില്ലായിരുന്നോ, ഹരി. ആ ഗുണ്ട വരാണ്. എന്റെ അർജുനെ എല്ലാരും കൂടി പിടിച്ച് തള്ളി വെള്ളത്തിലേക്ക് എറിയുന്നുണ്ട്. പക്ഷെ അർജുൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അർജുൻ അതേ ഡ്രസ്സിൽ തന്നെ നേരെ പോകുവാണ്. എവിടേക്ക്? അമ്പായുടെ വീട്ടിലേക്ക്. ഇനി ഒന്നും നോക്കണ്ട, തന്റെ ഏടത്തി ആണ് ഈ ഒരു കൊലപാതക ശ്രമം നടത്തിയെന്നുള്ള കാര്യവും മനസ്സിലായി. ഇനി തനിക്ക് എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഏടത്തി എന്തിനു ഇതൊക്കെ ചെയ്തത്? താൻ അഞ്ജലിയും കൂട്ടിക്കൊണ്ട് ശംഖുചക്രത്തിൽ വരാതിരിക്കാൻ അല്ലേ? അപ്പൊ ഞാൻ ഇനി പറയാൻ പോണത് ഈ വീക്കെൻഡ് പ്രൊമോ ആട്ടോ. രണ്ടും കൽപ്പിച്ച് അർജുൻ അഞ്ജലിയും കൂട്ടിക്കൊണ്ട് പോവാണ് ശംഖുചക്രത്തില്. അപ്പൊ അവിടെ നോക്കുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദനുണ്ണിയും നമ്മുടെ ഗോവിന്ദനുടെ ഭാര്യയുണ്ട് കേട്ടോ, രമ്യയുണ്ട്. പുള്ളിക്കാരും കൂടി ചേർന്ന് നിലവിളക്ക് കൊടുത്ത് അഞ്ജലിയുടെ അകത്തേക്ക് വിളിച്ച് കയറ്റണം. അപ്പൊ അഞ്ജലി ആകെ ഒരു സ്വപ്നലോകം പോലും നിൽക്കുകയാണ്. ഈശ്വര, ഈ വീട്ടില് ശംഖുചക്രന്റെ വീട്ടില് താൻ ഒരിക്കലും കാല് കുത്തില്ലെന്ന് പറഞ്ഞ ആളാണ് അഞ്ജലി. അതേ വീട്ടിൽ തന്നെ മരുമകളായിട്ട് തനിക്ക് കയറേണ്ടി വന്നല്ലോ എന്ന രീതിയിൽ അഞ്ജലി ഇങ്ങനെ ആകെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിലവിളക്കം വാങ്ങിച്ച് അഞ്ജലി വലത് കാല് വെച്ച് ശംഖുചക്രത്തിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ അവിടെ വേറെ ആരെയും കാണിക്കുന്നില്ല. നമ്മുടെ ഗോവിന്ദനുണ്ണിയും അതുപോലെ തന്നെ രമ്യയെ മാത്രമേ ഉള്ളൂ. പിന്നെ മുത്തശ്ശിയുണ്ട്. വേറെ ആരെയും അവിടെ കാണിക്കുന്നില്ല. എന്തായാലും ശംഖുചക്രത്തിൽ തന്നെയാണ് അഞ്ജലിനെ നിൽക്കാൻ പോകുന്നത് കേട്ടോ. അത് വേറെ ഒന്നല്ല, നമ്മുടെ ഇത് ലൊക്കേഷൻ ഫോട്ടോസിലാണെങ്കിലും പിന്നെ ഇതിന്റെ റീമേക്കിലാണെങ്കിലും, അത് ഒറിജിനൽ വേർഷൻ ഉണ്ടല്ലോ, അതിലാണെങ്കിലൊക്കെ അഞ്ജലി ശംഖുചക്രത്തിൽ തന്നെയാണ്. ഇനി അവിടെ നിന്നാണ് കഥ തുടങ്ങാൻ പോകുന്നത്. ഇത്രയും നാളെ നമ്മൾ കണ്ടതൊക്കെ കഥയുടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രം. അപ്പൊ ഇനി അഞ്ജലി വലതുകാലത്ത് ശംഖുചക്രത്തിൽ കയറില്ലേ, അപ്പോഴാണ് അവിടുത്തെ കഥഗതികളൊക്കെ ഇങ്ങനെ മാറാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പൊ നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിൽ നമുക്ക് നാളെ അല്ല മറ്റന്നാളാണ് വീക്കെൻഡ് പ്രൊമോ. അപ്പൊ ആ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കാൻ പോണത് ഇതാണ്, നമ്മുടെ അഞ്ജലി വലതുകാലത്ത് ശംഖുചക്രത്തിൽ കയറുന്നതും. പിന്നെ അഞ്ജലി ആകെ പേടിച്ച് വരച്ച് നിൽക്കണം. പക്ഷെ അഞ്ജലി അർജുനെ ഉപേക്ഷിക്കണമെന്നില്ല കേട്ടോ. അർജുന് കള്ളപ്പേരിലാണ് തന്റെ അടുത്ത് വന്നത് കൂടിയതും. രാഘവന്റെ മകനാണ്. എല്ലാം മനസ്സിലാക്കിയിട്ട് അഞ്ജലി ഒരു ഷോക്കിലാണ്. കാരണം അഞ്ജലിക്ക് എവിടെയും പോവാനില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പൊ അർജുന്റെ ശരിക്കും ആ ഒരു സംഭവം അത് മനസ്സിലാക്കി, ആ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കി, അതുകൊണ്ടാണ് തന്റെ കള്ളം പറഞ്ഞതെന്നൊക്കെ അത് മനസ്സിലാക്കി അഞ്ജലി പോകുകയാണ് അർജുന്റെ കൂടെ അർജുന്റെ സ്വന്തം വീട്ടിലേക്ക്. അപ്പൊ ഇതാണ് നമ്മളിനി കാണാനിരിക്കുന്ന ഭാഗം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.